എന്ന് ബെഡ്റൂമിന്റെ അകത്ത് പോലും ധരിക്കാൻ മടിക്കുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് ഇന്നത്തെ യുവതലമുറ നടക്കുകയാണ്. സങ്കടം തോന്നാറുണ്ടോ? സങ്കടം തോന്നാറുണ്ടോ? പടച്ചവനെ, ഇതൊക്കെ കാണുമ്പോ നമുക്ക് സങ്കടം വരാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നാണമെന്ന് പറയുന്നത് ഇന്ന് ഉമ്മത്തിനില്ലാതെ പോകുന്നു. പണ്ട് പടച്ചവനെ ഒരു പേടിയായിരുന്നു. പണ്ടൊക്കെ ഒരു പേടിയാ. ഉസ്താദന്മാരെ കാണുമ്പോ പണ്ട് പെണ്ണുങ്ങൾ തലമറയ്ക്കുന്നത് രണ്ട് സമയത്താ. ഒന്ന് ബാങ്ക് വിളിക്കുമ്പോഴും, രണ്ട് ഉസ്താദിനെ കാണുമ്പോഴും. പണ്ട് ഉസ്താദന്മാരെ കാണുന്ന സമയം പെണ്ണുങ്ങളുടെ ഒരു ഈമാൻ കാണാൻ തലമറയ്ക്കും. ഇപ്പൊ ഉസ്താദാണ് മുമ്പിൽ ഇരിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നില്ല, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, ഒരു നാണമില്ലാതെ പോകുന്നു. ഇങ്ങനെ നടക്കാൻ ലജ്ജയില്ല. ഇന്ന് തൊടുന്നത് ഇതൊക്കെ പറയുമ്പോ ഇന്നത്തെ യുവതലമുറ പരിഹസിക്കും, കളിയാക്കോവർ. എന്താ സിറാജ് നിങ്ങളൊക്കെ പറയണേ? നിങ്ങളൊക്കെ പറയുന്നത് എന്താ? നിങ്ങൾ പറയുന്നത് പോലെയൊക്കെ ദുനിയാവിൽ ജീവിക്കാൻ പറ്റുമോ? അതൊക്കെ വല്ല വനത്തിലും പോയി ജീവിക്കണ്ടേ? വല്ല കാടിനകത്ത് പോയി ജീവിക്കണ്ടേ? നിങ്ങളൊക്കെ പറയുന്നത് പോലെ ഹറാമ് കാണാതെ, ഹറാമ് കേൾക്കാതെ, ഹറാമ് പറയാതെ എങ്ങനെ ജീവിക്കും? എന്റെ പ്രിയപ്പെട്ട സഹോദര, ഇന്ന് തൊടുന്നതും പിടിക്കുന്നതും ഒന്നും പാപമല്ലാത്ത കാലമാ. ഇന്നത്തെ കുട്ടികൾ പറയുന്ന ഉസ്താദേ, ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, ഈ ജീവിതം സുഖിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് യുവതലമുറ ആസ്വദിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിൽ പടച്ചവനെ വീഡിയോ എടുത്ത് നോക്കടോ, ഫർദയിട്ട എന്റെയോ പെൺകുട്ടികൾ. അവർക്കിന്ന് തലമറയ്ക്കുന്നത് ഇഷ്ടമല്ല സഹോദരാ, തലമറയ്ക്കുന്നത് ഇഷ്ടമല്ലടോ. എന്റെ പെങ്ങളോട് പറയുന്ന, മോളെ തലമറച്ചില്ലെങ്കിലും ഔറത്തെങ്കിലും ഒന്ന് മറയ്ക്കുമോളെ. നീ അതാ പുറത്ത് കാണിക്കാൻ പാടില്ലാത്ത നിന്റെ ഔറത്തെങ്കിലും പടച്ചവനെ മുഴുവനും ഔറത്താണ്. നീ തലമറച്ചില്ലെങ്കിലും പെങ്ങളെ, ബാക്കിയുള്ളതെങ്കിലും ഒന്ന് മറയ്ക്കാനുള്ള മനസ്സ് കാണിക്ക്. ചെറുപ്പക്കാരാ, ജീവിതം ആസ്വദിക്കാനുള്ളതല്ല, അടിച്ചു പൊളിക്കാനുള്ളതല്ല, തോന്നുന്നത് പോലെ തോന്നിമാസിയെ പോലെ ജീവിക്കാനുള്ളതല്ല. ഈ ജീവിതം അല്ലാഹു തന്നതാണ്, ഈ ജീവിതം അല്ലാഹു തന്നതാണ്. ആസ്വദിക്കാനുള്ള ജീവിതമല്ല, അടിച്ചു പൊളിക്കാനുള്ള ജീവിതമല്ല.